നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അൽ-ഷിഫയ്ക്ക് നേരെയുള്ള ക്രൂരമായ നടപടികൾക്ക് പിന്നാലെ അൽ നാസർ, അൽ അമൽ ആശുപത്രികൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം. ആശുപത്രികൾക്ക് നേരെ കനത്ത ബോംബാക്രമണവും വെടിവയ്പും തുടരുകയാണ്. രോഗികളും കൂട്ടിരിപ്പുകാരും അഭയം തേടിയെത്തിയവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് മൂന്നിടങ്ങളിലും മരണഭയത്തിൽ കഴിഞ്ഞുകൂടുന്നത്. പട്ടിണിക്ക് പിന്നാലെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർത്ത് ആസൂത്രിത വംശഹത്യയ്ക്കുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ആവിഷ്കരിച്ചു വരുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന ലോകാരോഗ്യ സംഘടനയുടെ ആവർത്തിച്ചുള്ള അപേക്ഷയും ഇസ്രായേൽ തള്ളുകയാണ്. റാഫേൽ 5 വസതികളിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടത്. പിന്നിട്ട് 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 84 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ 32,226 ആയി. പരിക്കേറ്റവരുടെ എണ്ണം 74,518 ആണ്. ഖാൻ യൂനിസ്, റാഫ, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം ശക്തമായ ബോംബാക്രമണം നടന്നു. ദർ അൽ ബലാഹിൽ മാത്രം 10 പേർ കൊല്ലപ്പെട്ടു. ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ആയിരങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി. പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾ യൂറോപ്പിലുടനീളം തുടരുന്നുണ്ട്. പട്ടിണിയിലായ ഗാസയിലേക്ക് മാനുഷിക സഹായം പ്രവാഹമുണ്ടാകണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ആവശ്യപ്പെട്ടു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഭക്ഷണം കാത്തിരുന്നവർക്ക് നേരെ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഏതാനും പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. റാഫ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ അമേരിക്കൻ സന്ദർശന പശ്ചാത്തലത്തിലാണ് കമല ഹാരിസിന്റെ അഭ്യർത്ഥന. ആക്രമണം നിർത്താതെ ബന്ദിമോചനം ഉണ്ടാകില്ലെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു. വടക്ക് കിഴക്കൻ ലെബനിലെ ബാൽബേക്ക് മേഖലയിൽ ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക ലെബനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യത്തിൽ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് ആക്രമണം. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബാൽബേക്ക് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. യുദ്ധത്തിനിടയിൽ ഇത് 4ാം തവണയാണ് ബാൽബേക്ക് മേഖലയിലുള്ള ഹിസ്ബുള്ള സ്ഥാനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിൽ അൽ-ഷിഫ ആശുപത്രിയുടെ പരിമിതമായ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ സൗകര്യം ഉപയോഗിക്കുന്ന മുതിർന്ന ഹമാസ് ഭീകരർ ഉണ്ടെന്ന് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു ആക്രമണം. ഗാസയുടെ ഫലപുഷ്ടമായ മണ്ണിനെ വിഷലിപ്തമാക്കി ഇസ്രായേൽ. ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വളരെ നിരോധിച്ച യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിന്റെ ക്രൂരത. അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് പുറമെ വ്യാപകമായ രീതിയിൽ കാർഷിക മേഖലയെ നശിപ്പിക്കുന്നവയാണിതെന്നും പലസ്തീനിയൻ അഗ്രികൾച്ചറൽ വർക്ക് കമ്മിറ്റി യൂണിയൻ ഡയറക്ടർ മൊയാദ് ബഷ്റാത്ത് പറഞ്ഞതായി അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തു.